ഡോക്ടർ, എൻ്റെ ബ്ലഡ് റിപ്പോർട്ട്. നല്ല വേരിയേഷൻസ് ഉണ്ട്, എസ്പെഷ്യലി ഷുഗർ വാല്യൂസിലൊക്കെ. കുറച്ച് മെഡിക്കേഷൻസും അതിനൊപ്പം ഡയറ്റ് പ്ലാനും ഞാൻ എഴുതിത്തരാം. ഈശ്വര, ബ്ലഡ് ഷുഗർ ലെവൽ നല്ല ഹൈയാ. ഉറപ്പായിട്ടും ഷുഗറും അരിഭക്ഷണം കംപ്ലീറ്റ് കട്ട് ചെയ്യാൻ പറയും ഡോക്ടർ. ഇതിലെന്താ ഉള്ളത് എനിക്ക് ഊഹിക്കാമല്ലോ. അത് കഴിക്കാൻ പാടില്ല, ഇത് കഴിക്കാൻ പാടില്ല, അതൊക്കെ തന്നെ. ഇതൊന്ന് കറക്റ്റായിട്ട് ഈ ഡയറ്റ് ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. ഓക്കെ ഡോക്ടർ. ഡോക്ടർ, ഇത് ബ്രേക്ക്ഫാസ്റ്റിന് ഫ്രൂട്ട്സും അത് കഴിഞ്ഞിട്ട് ഓറഞ്ച് ജ്യൂസ് ഒക്കെ പറയുന്നുണ്ടല്ലോ. എൻ്റെ ബ്ലഡ് ഷുഗർ ലെവൽ കുറച്ച് ഹൈ. മോനെ, ഇതൊരു തെറ്റിദ്ധാരണയാണ്. നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളൊരു ഓറഞ്ച് ജ്യൂസ് കഴിക്കുന്നതുകൊണ്ട് ഷുഗർ എലിവേറ്റ് ചെയ്യണമെന്നില്ല. അത് ഉപയോഗിക്കാൻ പറ്റാത്തതാണ് സത്യത്തിൽ ഒരു പ്രമേഹം എന്ന് പറയുന്നത്. ഡയബറ്റിസ് എന്ന് പറഞ്ഞാൽ പഞ്ചസാരയോ അല്ലെങ്കിൽ ഗ്ലൂക്കോസോ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അതിന് ഗ്ലൂക്കോസ് അവോയ്ഡ് ചെയ്തല്ല ട്രീറ്റ് ചെയ്യേണ്ടത്. ബ്ലഡ് ഷുഗർ ലെവൽ കുറച്ച് ഹൈ ആവുമ്പോൾ അരിഭക്ഷണവും മധുരവും കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ശരിയാവുമെന്ന് കരുതുന്നവരാണോ നിങ്ങൾ? ഇങ്ങനത്തെ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുന്നേ എപ്പോഴും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ ശ്രമിക്കുക. ആദ്യം നിങ്ങളുടെ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതിനായിട്ട് വി റൂട്ട്സ് ബയോ ഹാക്ക് സെന്റർ, കൊച്ചി, കാക്കനാട് വിളിച്ചൊരു കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യുക ഇപ്പോൾ തന്നെ.